മിഥുൻ, കോൺഗ്രസ് എന്നും NSSനെ ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ. NSSനെയും ആ സമുദായത്തെയും. കോൺഗ്രസിൽ നിന്നും ഒരുപാട് ഉപകാരങ്ങൾ ഈ NSSനും ആ സമുദായത്തിനും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ തിരിച്ചും കോൺഗ്രസിനും ഇവരെ കൊണ്ട് പ്രയോജനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ പറയാം. പക്ഷേ ഇപ്പോ NSSന്റെ സാമുദായിക നേതാവ് പെരുന്നയിലെ പോപ്പ് എന്ന് തന്നെയാണ് അദ്ദേഹത്തെ എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞ അദ്ദേഹം ഇപ്പൊ നടത്തിയിരിക്കുന്ന ആ ഒരു നീക്കം എന്ന് പറയുന്നത് ശരിക്കും ഈ കോൺഗ്രസിനെ ചതിച്ചു എന്ന് പറയുന്നതിലുപരി അദ്ദേഹത്തിന്റെ ആ സമുദായത്തെ തന്നെ ചതിക്കുന്ന രീതിയിലാണ്. അതായത് സർക്കാരിന്റെ ആ അയ്യപ്പ ഭക്ത സംഗമവും അതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനകളും അതെല്ലാം ശരിക്കും പറഞ്ഞ ഈ സമുദായത്തിലുള്ളവരെല്ലാം ഈ പോപ്പ് പറയുന്ന പോലെ തന്നെ വോട്ട് ചെയ്യുന്ന ഇയാൾ കരുതുന്നുണ്ടോ ഇപ്പോഴും? അല്ല, അങ്ങനെ ഈ സമുദായ നേതാക്കന്മാർ പറയുന്നതിനനുസരിച്ച് പറയുന്നിടത്ത് ഈ ചാടിക്കളിക്കട കൊച്ചരാമൻ എന്ന് പറയുന്നത് പോലെ ഈ സമുദായത്തിലെ ആളുകൾ നിന്നിരുന്നുവെങ്കിൽ നമുക്ക് എന്തെല്ലാം കാണാമായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ന് ഈ കേരളം ഭരിക്കേണ്ടിയിരുന്നത് UDF ആണ്. നമുക്കറിയാമല്ലോ, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അന്ന് വോട്ടിംഗ് ദിനത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ഈ പറയുന്ന പെരുന്നയിലെ പോപ്പായ സുകുമാരൻ നായർ വന്ന് പുറത്തുനിന്ന് മാധ്യമങ്ങളോട് കണ്ട് അദ്ദേഹം ഈ ഇടതുപക്ഷത്തോടുള്ള എതിർപ്പും വെറുപ്പും എല്ലാം അങ്ങേയറ്റം പ്രകടമാക്കി. കാരണം അതിന് പശ്ചാത്തലം കൂടിയുണ്ട്. അതിന് മുൻപ് നടന്ന ശബരിമലയിലെ യുവതി പ്രവേശനം ഉൾപ്പെടെ അദ്ദേഹത്തിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് ആ പോളിംഗ് ദിനത്തിൽ അന്ന് രാവിലെ അദ്ദേഹം വോട്ട് ചെയ്തതിനു ശേഷം മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരുന്നുകൊണ്ട് ചില പ്രസ്താവനകൾ നടത്തിയത്. നിങ്ങൾ എന്താ പറയുക, ഈ പറയുന്ന സമ്മതിദാനാവകാശം ശരിയായ രീതിയിൽ വിനിയോഗിക്കണം, സമുദായത്തെ ചതിച്ചവരെ നിങ്ങൾ തിരിച്ചറിയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സമുദായത്തിന് ഒരു സന്ദേശം കൊടുക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഈ തങ്ങളുടെ ആചാര്യൻ പറയുന്നതനുസരിച്ച് ഈ പറയുന്ന നായർ സമുദായം വോട്ട് ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് കേരളം UDF കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF ഭരിച്ചേനെ. അന്ന് നോക്കൂ, അന്ന് ആ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഈ അദ്ദേഹത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഈ പറയുന്ന അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ CPM നേതാക്കൾ ഉൾപ്പെടെ എല്ലാവരും നടത്തിയത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കഴിയും. അതേപോലെയാണ് മറ്റൊരു സമുദായ നേതാവായിട്ടുള്ള ഈ വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹം ആർക്കെതിരെ വോട്ട് ചെയ്യണമെന്ന് പറയുമോ അല്ലെങ്കിൽ അദ്ദേഹം തോൽപ്പിക്കണമെന്ന് പറയുന്നോ അവര് ജയിച്ചിരിക്കും. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. പറയുന്ന VM സുധീരൻ അദ്ദേഹത്തിന്റെ ആജന്മ ശത്രുവാണ്. അദ്ദേഹത്തെ തോൽപ്പിക്കാൻ പതിനിച്ച പണി പറഞ്ഞിട്ട് പല സമയങ്ങളിലും നോക്കിയിട്ടുണ്ട് അദ്ദേഹം. അന്നേരമൊക്കെ VM സുധീരൻ ജയിച്ചിട്ടേ ഉള്ളൂ. ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന എന്താണ്, നമ്മുടെ KC വേണുഗോപാലിനെ പോലും തോൽപ്പിക്കാനുള്ള ശ്രമം നടത്തി. അവിടെ ശോഭാ സുരേന്ദ്രന് വേണ്ടിയാണ് അദ്ദേഹം പ്രചരണമൊക്കെ നടത്തിയത്. അദ്ദേഹത്തിന്റെ ഭാര്യയും പ്രചരണം നടത്തി. അങ്ങനെ ആ സമയത്ത് അവിടെ KC വേണുഗോപാൽ വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചു. ഇപ്പോഴും നിലവിൽ നമ്മുടെ ഈ പശ്ചാത്തലത്തിലേക്ക് വരികയാണെങ്കിൽ ഈ സുകുമാരൻ നായർ എന്തോരം ഈ പറയുന്ന ഒരു എന്താ പറയുക, മനസാക്ഷി ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു നന്ദിയില്ലാത്ത രീതിയിലുള്ള പ്രതികരണം അദ്ദേഹം നടത്തിയത്. എത്ര പെട്ടെന്ന് അദ്ദേഹത്തിന് ഇങ്ങനെ LDFനോട് പിണറായി വിജയനോട് ഒരു ഭക്തി സ്നേഹം ഒക്കെ വരാൻ എന്താണ് കാരണം? അല്ല, എന്തായാലും സമുദായത്തെ നവീകരിക്കുക, ഉദ്ധരിക്കുക എന്നുള്ളത് സമുദായത്തിന് സ്വന്തം നേട്ടം ഭരണത്തോടൊപ്പം ചേർന്ന് നിൽക്കുക. നിലവിൽ അവർക്കാണ് ഭരണം, ഇനിയും അവരായിരിക്കുമല്ലോ വരിക എന്നൊക്കെയുള്ള ചിന്തയിലാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ. അത് തികച്ചും വ്യക്തിപരമായ നേട്ടത്തിനാണ് എന്നുള്ളത് മനസ്സിലാക്കാതിരിക്കാൻ ആ സമുദായക്കാർ വെറും ബുദ്ധിയില്ലാത്തവരല്ല, അവർ അരിയാഹാരം കഴിക്കുന്നവരാണല്ലോ കേരളത്തിലെ നായർമാർ എന്ന് പറയുന്നത്. അവർക്ക് അറിയാൻ കഴിയുമല്ലോ, അവർക്ക് വിവേചന ബുദ്ധിയുണ്ടല്ലോ. അല്ലാതെ ഒരാൾ പറയുന്നത് കേട്ടുകൊണ്ട് എന്ന് വോട്ട് കുത്തുന്ന കാലമൊക്കെ കഴിഞ്ഞു പോയെന്നേ. വിവേചന ശീലമുള്ളവരാണ്, വിവേചനശാലികളാണ് എല്ലാവരും, കേരളത്തിലെ എല്ലാവരും. അതേപോലെ തന്നെ ഈ സമുദായം എന്ന് പറയുന്നത് ആരെങ്കിലും ഒരാൾ ഞങ്ങളെ നയിക്കുന്ന അദ്ദേഹം NSSന്റെ ജനറൽ സെക്രട്ടറിന്നേ ഉള്ളൂ, ഒരു നിലയിലിരിക്കുന്നു, ആ ഒരു സംഘടനയുടെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുന്നു അദ്ദേഹം. അതല്ലാതെ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന് കൊടുക്കുന്ന തിട്ടൂരങ്ങളെല്ലാം ഞങ്ങളെല്ലാം അംഗീകരിച്ചോളാമെന്ന ഒരു നായർ സമുദായത്തിലെ ഒരു അംഗവും അവിടെ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. ഉണ്ടോ? ഈ വോട്ടെന്ന് പറയുന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യമാണല്ലേ. അത് പറയത്ത് പോലുമില്ല. ഒരാൾ ചെയ്യുന്ന വോട്ട് ആരെന്ന് ആ വീട്ടുകാരോട് പറയത്ത് പോലുമില്ല. പറയുമോ? ഒരു ഭാര്യ ഭർത്താവിനോട് പറയത്തില്ല, ഭർത്താവ് ഭാര്യയോട് പറയത്തില്ല, മക്കൾ അച്ഛന്മാരോട് പറയത്തില്ല. അതൊക്കെ തന്നെ വ്യക്തിപരമായ കാര്യമാണ്. അല്ല, ഇവരാരും സാമൂഹ്യ ബോധമില്ലാത്തവരല്ല. എന്താണ് നടക്കുന്നത് ഇപ്പോ ഈ ആ സമുദായത്തിനോട് ഇടതുപക്ഷത്തിന്റെ സമീപനം എന്താണ്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സമീപനം എന്താണ്? ഓരോരോ വിഷയം, അതേ സാമുദായികപരമായും സാമൂഹ്യപരമായുമുള്ള ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ സർക്കാർ എടുത്ത നിലപാടുകൾ പ്രധാനമായും വിശ്വാസ സംബന്ധമായി വരുമ്പോൾ LDF സർക്കാർ കഴിഞ്ഞ തവണയും ഈ തവണയും എല്ലാം അവരെടുത്ത നിലപാടുകൾ എന്താണ് എന്നുള്ളത്. കാരണം ഇപ്പോ വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് വിശ്വാസികളെ ചേർത്ത് പിടിക്കാൻ നിൽക്കുന്ന LDF സർക്കാരിന്റെ നയങ്ങളെ കുറിച്ച് ഇവർക്കെല്ലാവരും, എല്ലാ സമുദായത്തിലുള്ളവർക്കും ആ ബോധ്യമുള്ളതല്ല. അത് ഇവർക്ക് കാണാൻ കഴിയുന്നില്ല. എന്താണ് മനസ്സിലാക്കാൻ കഴിയാത്തത്? NSS അല്ലെങ്കിൽ സുകുമാരൻ നായർക്ക് എന്താണ് ഇപ്പം പെട്ടെന്നൊരു വെളിപാട് ഉണ്ടായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്. നമുക്കറിയാമല്ലോ, 2018 യുവതി പ്രവേശന സമയത്ത് ഉണ്ടായ പ്രശ്നങ്ങൾ അന്ന് ഈ പറയുന്ന
നാമജപ ഘോഷയാത്ര അതിനൊക്കെ തന്നെ നേതൃത്വം കൊടുത്തത്, വലിയ രീതിയിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു സംഘടന NSS ആണ്. അന്ന് മുന്നിൽ നിന്ന് ഈ പിണറായി വിജയനെ ആവുന്നത്ര ഭള്ളു പറയാനും തെറിവിളിക്കാനും മുന്നിൽ നിന്ന വ്യക്തി സുകുമാരൻ നായരാണ്. അന്ന് അവർക്കൊപ്പം ഉറച്ചു നിന്നത്, അല്ലെങ്കിൽ അന്നും ഇന്നും ഈ പറയുന്ന വിശ്വാസ സമൂഹത്തോടൊപ്പം നിന്നിട്ടുള്ള പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. അന്നും കോൺഗ്രസ് പ്രതിപക്ഷത്താണ്, ഇപ്പോഴും കോൺഗ്രസ് പ്രതിപക്ഷത്താണ്. അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് ഒന്നും ചെയ്യുന്നില്ല, കോൺഗ്രസിനെ പ്രതിപക്ഷത്ത് ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും, ഈ ചെയ്യുന്നതിനപ്പുറം കോൺഗ്രസ് എന്ത് ചെയ്യാൻ കഴിയും? കേന്ദ്രത്തിൽ 2014 മുതൽ 11 വർഷമായിട്ട് അവർ പ്രതിപക്ഷത്താണ് അല്ലെ? ഈ പറയുന്ന പോലെ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് പ്രതിപക്ഷത്താണ്. ഈ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിനെ എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് സുകുമാരൻ നായർ വിശ്വസിക്കുന്നത്? അദ്ദേഹം എന്താണ് പറയുന്നത്? കോൺഗ്രസ് എന്താണ് അവർക്ക് നിലപാടിൽ, എന്ത് നിലപാടാണ് അവർക്ക് ഇല്ലാത്തത്? അവർ അന്നത്തെ നിലപാടിൽ ഇന്നും നിൽക്കുന്നുണ്ട്. മറുവശത്ത് BJP പറയുന്ന കാര്യം സമ്മതിക്കാം. BJP 11 വർഷമായിട്ട് അവരെന്ത് നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്? കേരളത്തിൽ നിന്ന് നിലപാട് അവർ സ്വീകരിച്ചിട്ടുണ്ട്. ആദ്യം അവരൊക്കെ തന്നെ ഇതിനെ യുവതി പ്രവേശനത്തെ അനുകൂലിക്കുകയും പിന്നീട് അവര് സുവർണാവസരം എന്നൊക്കെ പറഞ്ഞ് അവർ കാല് മാറുകയൊക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി സർക്കാർ നടത്തിയത് എന്താണ്? ഇപ്പോ അയ്യപ്പ സംഗമത്തിലൂടെ നടത്തിയത് വെറും വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിയാണ് എന്നുള്ളത് ഏത് പകൽ പോലെ അതായത് ഈ ഒരു സംഗമത്തിന് വേണ്ടി സുകുമാരൻ നായർക്കുള്ള മനസ്സിലാകാത്തതാണ് എനിക്ക് തോന്നുന്നത്. അതെ, അത് ഓരോ വ്യക്തിക്കും മനസ്സിലാവും. അതിന് തൊട്ടും ഈ ഒരു പരിപാടി ആസൂത്രണം ചെയ്യുന്നതിന് തൊട്ട് മുന്നേ വരെ ഇതിനെല്ലാം എതിരായി യുവതികളെ ശബരിമലയിലെ ആ വിഷയം ബന്ധപ്പെട്ടവർ നിലപാട് വരെ മാറ്റിയിട്ടില്ലെന്നേ. സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലം അവർ പിൻവലിച്ചിട്ടില്ലെന്നേ, സർക്കാർ കൊടുത്തിട്ടില്ല. അതുപോലെ ദേവസ്വം ബോർഡ് തിരുത്തിയിട്ടില്ലെന്നേ. യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് 2012 അവർ സ്വീകരിച്ച അതേ നിലപാട് തന്നെ ഇപ്പോഴും നിൽക്കുകയാണ്. അവിടെ ഈ സുകുമാരൻ നായർ പിണറായി വിജയനെ വിശ്വസിക്കുന്നു. എനിക്ക് സർക്കാരിൽ വിശ്വാസമുണ്ട്. അദ്ദേഹം ഒരു വാക്ക് കൊടുത്തപ്പോഴത്തേന് VN വാസവനൊക്കെ ചെന്ന് VN വാസവൻ വഴി എന്തൊക്കെയോ ഉറപ്പ് കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. അതിൽ അദ്ദേഹം വിശ്വസിച്ചു എന്നാണ് പറയുന്നത്. ഒക്കെ അദ്ദേഹത്തിന് വിശ്വസിച്ചു, അദ്ദേഹത്തിന്റെ വിശ്വാസം അദ്ദേഹത്തെ കാത്തുരക്ഷിക്കട്ടെ എന്ന് മാത്രമേ പറയുള്ളൂ. പക്ഷേ ഇവിടെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം ഈ പറയുന്ന ഇപ്പോൾ തള്ളിപ്പറയുന്ന കോൺഗ്രസ് ആണ് ഈ പറയുന്ന NSS അല്ലെങ്കിൽ NSS സംഘടന ആ സമുദായത്തിന് വേണ്ട വിധത്തിലുള്ള പരിഗണന നൽകിയിട്ടുള്ളത്. നമുക്കറിയാമല്ലോ, 2011 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ പറയുന്ന NSSന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് സുകുമാരൻ നായർ നടത്തിയ ആ ഉമ്മൻചാണ്ടിക്കെതിരെ നടത്തിയ പോരാട്ടങ്ങള്, അവർക്കെതിരെ നടത്തിയ വിമർശനങ്ങൾ, ഏറ്റവും ഒടുവിൽ എന്താ പറയുക, NSSന് താക്കോൽ സ്ഥാനം വേണമെന്നൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയ വലിയ പ്രക്ഷോഭമാണല്ലേ. അതിനെതിരെ ഈ പറയുന്ന സുകുമാരൻ നായർക്കെതിരെ രംഗത്ത് വന്നവരാണ് ഇടതുപക്ഷത്തുള്ള CPM ഉൾപ്പെടെയുള്ളവര്. പക്ഷെ അന്ന് അദ്ദേഹത്തിന്റെ ആ വിമർശനം അത് ഉൾക്കൊണ്ടുകൊണ്ട് കോൺഗ്രസ് അദ്ദേഹം പറഞ്ഞത് അംഗീകരിച്ചുകൊണ്ട് ഒരു നിലപാട് അവിടെ സ്വീകരിച്ചു. അങ്ങനെയാണല്ലേ രമേശ് ചെന്നിത്തല അല്ലെ അതിനുശേഷമാണ് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി പദത്തിലേക്ക് വരുന്നപ്പോൾ അത്തരത്തിൽ പല ഘട്ടങ്ങളിലും ഈ പറയുന്ന NSS ആവശ്യപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്തു കൊടുക്കുകയും അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്, ഒരു പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് മാത്രമാണ്. ആ കോൺഗ്രസിനെയാണ് ഇപ്പോൾ ഒരു ഉളുപ്പമില്ലാത്ത രീതിയിൽ, ഒരു നന്ദികെട്ട രീതിയിൽ ഈ പറയുന്ന സുകുമാരൻ നായർ തള്ളിപ്പറയുന്നതെന്ന് അദ്ദേഹത്തിന് ഒരു ബോധം വേണം. മറുവശത്ത് CPM-ഉം പിണറായി വിജയനും ഒക്കെ കാലാകാലങ്ങളായിട്ട് NSS-നെ എങ്ങനെയാണ് കണ്ടിട്ടുള്ളത്, എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ഒരു എടുത്തുചാട്ടത്തിനും ഈ ഓന്ത് നിറം മാറുന്ന, പിന്നെയും അതൊരു ജീവി ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാം, ഓന്ത് നിറം മാറുന്ന സംഭവം അവരെ പറഞ്ഞുകൂടാ. കാരണം ഈ രണ്ട് സമുദായ നേതാക്കന്മാരെ വെച്ച് ഓന്തിനെ താരതമ്യം ചെയ്താൽ അവർക്കാണ് നാണക്കേട്, ഓന്തുകൾക്കാണ് നാണക്കേട് കേട്ടോ. അമ്മാതിരിയുള്ള നിലപാടില്ലായ്മയാണ് ഈ രണ്ട് സമുദായ നേതാക്കളും കാണിക്കുന്നത്. അവര് നേരത്തെ നമുക്കറിയാം, ഈ വെള്ളാപ്പള്ളി ഇങ്ങനെ നടക്കുകയാണ് പിണറായി വിജയനെ താങ്ങി അതിന്റെ പല കാര്യങ്ങളുണ്ട്. അധികാരത്തോടെ ഒത്തു നിൽക്കണം, ഒപ്പം തന്നെ എന്താ പറയുക, ഈ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ നിന്നും എങ്ങനെയെങ്കിലും ഊരിപ്പോരണം. കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രിയുടെ കാറിലാണല്ലോ അദ്ദേഹം ഈ പമ്പയിലേക്ക് എത്തിയത്, അയ്യപ്പ സംഗമത്തിന് എത്തിയത്. മുഖ്യമന്ത്രി വലതുവശത്ത് നമ്പർ 1 സ്റ്റേറ്റ് കാറിൽ വലതുവശത്ത് ഈ പറയുന്ന മൈക്രോ ഫിനാൻസ് കേസിലെ ഒന്നാമത്തെ പ്രതിയാണ് അദ്ദേഹം കേട്ടോ. ആ കേസ് അന്വേഷിക്കുന്നത് ഈ മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള വിജിലൻസ് ആണ് അന്വേഷിക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ കേരളത്തിലെ നമ്പർ 1 വർഗീയവാദിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്, സമുദായ സ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രസ്താവന നടത്തുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ വലതുവശത്തിരുത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി വന്നിറങ്ങുന്നത്. അത് വലിയ വിമർശനമായിട്ട് മാറി. അപ്പോൾ ഈ വിമർശനത്തിന് ഇന്നലെ അദ്ദേഹം കൊടുത്ത മാധ്യമങ്ങളിലുള്ള മറുപടി അദ്ദേഹം ചോദിച്ചത്, ഞാൻ എന്താ ഈ തൊട്ടുകൂടാത്തവരാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും ഈ കേരളത്തിൽ തൊട്ടുകൂടാത്തവരൊക്കെ ഉണ്ടോ? നേരത്തെ നമുക്കറിയാമല്ലോ, ഈ നായാടി മുതൽ നമ്പൂതിരി വരെയുള്ളവരെ ഒന്നിപ്പിച്ച് നവോത്ഥാന സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്ത് പിണറായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇപ്പോഴും ചോദിക്കുകയാണ്, ഞാൻ എന്താ തൊട്ടുകൂടാത്തവനാണ്? അപ്പോൾ അദ്ദേഹം തൊട്ടുകൂടാത്തവനല്ല, അദ്ദേഹത്തിന് തൊടാം, അദ്ദേഹത്തിന് അയിത്ത മറ്റുള്ളവരൊക്കെ ഉണ്ട്, കേരളത്തിലുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു വിചാരം. അപ്പോൾ അത്തരത്തിലാണ് അദ്ദേഹത്തിന്റെ ചിന്തകളും മനസ്സുകളും ഒക്കെ പ്രവർത്തിക്കുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെയാണ്. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ കൂടെയാണ് ഇപ്പോൾ
പിണറായി വിജയൻ നടക്കുന്നത് അത് അദ്ദേഹത്തിന് എത്രത്തോളം ഭൂഷണമാണ്. അദ്ദേഹം വിചാരിക്കുന്നത് ഈ സമുദായ നേതാക്കളൊക്കെ തന്നെ അവിടെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ NSSനെയും SNDP ഒക്കെ തന്നെ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞു. അതൊക്കെ വലിയ വിജയമായിട്ടാണ് അദ്ദേഹം കാണുന്നത്. അതെല്ലാം വോട്ടുകളായി മാറും എന്നാണ് കരുതുന്നത്. ഈ സമുദായം ഇവർ തന്നെയാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്, ഇത്തരത്തിൽ ഈ സമുദായങ്ങൾ നേരത്തെ വേറെ ഏതെങ്കിലും ഒരു എന്താണ് പറയാ മുന്നണിയെ പിന്തുണയ്ക്കുമ്പോൾ ഇവരെ അന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇതൊക്കെ ഇവരെ തിരിഞ്ഞു കുത്തുകയാണെന്നേ. അന്ന് അവർ ചോദിച്ചിട്ടില്ല, ഈ പറയുന്ന സമുദായ ആചാര്യന്മാര് പറഞ്ഞാൽ വോട്ട് കുത്തുന്നവരാണ് കേരളത്തിലെ ജനങ്ങളെന്നാണ് ഇവർ ചോദിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് അതിനെയൊക്കെ ഈ രീതിയിൽ വിശകലനം ചെയ്ത് ചില മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും ഒക്കെ തന്നെ വിശകലനം ചെയ്തതുകൊണ്ട് വലിയ നേട്ടമായിട്ട് NSSനെയും SNDPയും ഒക്കെ സത്യമാണ് ആ നേതാക്കന്മാരൊക്കെ തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തു. അത് എന്ത് കാര്യം എന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെ അവിടെ ആ നേതാക്കന്മാരോട് പങ്കെടുത്തത് കൊണ്ട് അവരെല്ലാവരും അവരുടെ എല്ലാം വോട്ട് പറയുന്ന പോലെ കേരളത്തിലെ എല്ലാവരുടെയും വോട്ട് എൻ ബ്ലോക്കായിട്ട് പറയുന്ന പോലെ LDFന് ഉറപ്പിച്ച് ഇവർ രണ്ടും ഉറപ്പിച്ചു കൊടുത്തു എന്നാണ് ഈ LDFും ഈ പറയുന്ന ഇതിനെ എന്താ പറയുക വിശകലനം ചെയ്ത മാധ്യമപ്രവർത്തകർ കരുതുന്നത്. നേരത്തെ തന്നെ ഈ പറയുന്ന മാധ്യമപ്രവർത്തകരാണെങ്കിലും എല്ലാം തന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണ്, അങ്ങനെ ഒരു ഈ സമുദായ നേതാവ് പറയുന്നിടത്ത് കുത്തുന്നവരല്ല ആ സമുദായത്തിലെ അംഗങ്ങൾ വോട്ടർമാർ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇത്തരത്തിൽ കാണുമ്പോൾ വീണ്ടും അവർ ഇതൊക്കെ തന്നെ മാറ്റി പറയുകയാണ്. അത് എത്രത്തോളം ശരിയാകുമെന്ന് നമുക്ക് വരുന്ന തെരഞ്ഞെടുപ്പിലാണ് അറിയാൻ. എന്തായാലും ഇപ്പോൾ ഈ പറയുന്ന NSSന് ജനറൽ സെക്രട്ടറി സ്വീകരിച്ചിരിക്കുന്ന നിലപാട് അങ്ങേയറ്റം ഒരു പിന്തിരിപ്പനാണ്. അദ്ദേഹം ഈ പറയുന്ന പോലെ വിശ്വാസികളെ അങ്ങേയറ്റം ചവിട്ടിമതിച്ച, നമുക്കറിയാമല്ലോ അന്നത്തെ എടുത്ത കേസുകളൊന്നും ഇപ്പോഴും പിൻവലിച്ചിട്ടില്ല ഈ പിണറായി വിജയൻ സർക്കാർ. നാമജപ ഘോഷയാത്രയുടെ പേരിലൊക്കെ തന്നെ എത്രയോ ഈ NSSന്റെ നേതാക്കന്മാർക്കെതിരെയും അല്ലെങ്കിൽ പ്രവർത്തകർക്കെതിരെയും ഒക്കെ തന്നെ എത്രയോ കേസുകളാണ് ഉള്ളത്. അതൊന്നും ഇതുവരെ പിൻവലിച്ചിട്ടില്ല. അതൊന്നും മറന്നിട്ടില്ലല്ലോ. അതൊക്കെ തന്നെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ പറയുന്ന സുകുമാരൻ നായർ ഇപ്പോഴത്തെ ഈ വലിയ വായിലെ ഡയലോഗുകൾ വിടുന്നത്. പിണറായി വിജയനെ അങ്ങ് വിശ്വാസമായിരിക്കുന്നത്. എന്ത് കാര്യം എന്താണേലും അദ്ദേഹം വിശ്വസിക്കാം, അദ്ദേഹത്തിന് വിശ്വസിക്കാം, അദ്ദേഹത്തിന് കൂടെ പോകുകയൊക്കെ ചെയ്യാം. പക്ഷേ മറുവശത്ത് കോൺഗ്രസ് തങ്ങൾക്ക് ചെയ്തു തന്ന കാര്യങ്ങൾ അത് വിസ്മരിക്കാതിരിക്കുന്നത് നല്ലതായിരിക്കും. ആ ഒരു നന്ദി അദ്ദേഹത്തിന് ഉണ്ടാകുന്നത് നല്ലതായിരിക്കും എന്ന് മാത്രമേ നമുക്ക് പറയാം. സുകുമാരൻ നായർ ഇതെല്ലാം മറന്നാലും ആ സമുദായത്തിലുള്ളവർ അവർ മറക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് കരുതാൻ. തീർച്ചയായിട്ടും.